എടാ ഞാൻ കുറച്ച് നേരത്തെ പോവാ. എന്ത് കിട്ടി? എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടാ. ഓ, പിന്നെ അടുത്ത മാസമല്ലേ എൻ്റെ കല്യാണം? എന്നല്ലേ അടുത്ത മാസം? അല്ല, ഏടുന്നതിന് എൻ്റെ കല്യാണം എനിക്ക് ഓർമ്മയില്ല. വീട്ടിൽ നിന്ന് ഓടിച്ചു കൊടുത്തുന്നു. നല്ല കഥ. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞത് മലബാർ പാലസിന്റെ കല്യാണം. മലബാർ പാലസോ? ആടെ ഒരു 2 ലക്ഷം രൂപയിലും വാടക വരുന്നില്ലടാ. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അതൊക്കെ താങ്ങൂടാ. അതൊന്നും പ്രശ്നമല്ലാന്നേ. ഒരു 2-3 ആളെ പരിപാടി ആയിരിക്കും. കുട്ടിപ്പാട്ടും ഗാനമേളയും എല്ലാം സെറ്റാണ്. ഞാൻ ഇതുവരെ സമ്പാദിച്ച പൈസ മൊത്തം കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കാൻ എൻ്റെ തീരുമാനം. പരിപാടി കളർഫുൾ ആയിരിക്കും. എടാ ഞാൻ പറയുന്നുണ്ടൊന്നും വിചാരിക്കില്ലേ, നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലി അല്ലടാ. ഇത്ര ആർഭാടത്തിലൊക്കെ കല്യാണം നടത്തണം. അത് പിന്നെക്കാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനും ഇതൊക്കെ വേണമെന്ന് നിർബന്ധം. പിന്നെ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ മുമ്പിൽ എനിക്കും ഗമ കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ? നടക്കട്ടെ നടക്കട്ടെ. അതെന്താ ഞാനിത്ര സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നത് നിങ്ങൾക്കൊരു പുച്ഛമൊന്നുമല്ലടാ. നീ കെട്ടാൻ പോകുന്ന പെണ്ണിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ചിരി വന്നതോ? അതിലെന്താ ഇപ്പം ഇത്ര ചിരിക്കേ? എടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചിരിച്ചൊന്നുമല്ല. നീ ഈ പൈസ മൊത്തം കല്യാണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് പെട്ടെന്നൊരാവശ്യം വന്നാൽ നീ എന്തായാലും കടം വാങ്ങേണ്ടി വരും. പറഞ്ഞ സമയത്ത് അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കടക്കാർ വീട്ടിൽ വരും ചെയ്യും. അന്നേരം നിന്നെ ആദ്യം കുറ്റപ്പെടുത്തുന്നത് ഈ പറഞ്ഞ പെണ്ണെന്നെ ആയിരിക്കൂലേ. പിന്നെ നീ ഒന്നും കൂടി പറഞ്ഞല്ലോ, നാട്ടുകാരെയും വീട്ടുകാരെയും മുമ്പിൽ ഗമാണിക്കാന്ന്. നീ കൊടുക്കുന്ന ഒരു നേരത്തെ ഫുഡും കഴിച്ച് 1000 കുറ്റം പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അതിന് വേണ്ടിയിട്ടാണ് നീ ഇത്രയെല്ലാം പൈസ പൊട്ടിക്കുന്നത്. ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ ജീറ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിൻ്റെ ഇഷ്ടം. എടാ കല്യാണം പിശുക്കി നടത്തണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ നടത്തണം. പിന്നീട് നമുക്കതൊരു ബാധ്യതയായി മാറും. എന്നാൽ ശരി കേട്ടോ, വരുന്ന